ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. നവംബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന പടങ്ങളെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ അകത്ത് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് എക്കോ എന്നുള്ള പടം ആഡ് ചെയ്യാൻ. കാരണം അത് എവരി വൺസ് കപ്പ് ഓഫ് ടീ ആയിരിക്കൂല എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് എക്കോ പടം തിയേറ്ററിൽ പോയി കാണാനുള്ള കാരണം അതിൻ്റെ പിന്നണി പ്രവർത്തകരുടെ പേരുകൾ തന്നെയാണ്. അതിപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ആയാലും ബാഹുൽ രമേഷ് എന്നുള്ള പേര് എടുത്തു പറയണം. കാരണം എഴുത്തുകാരനായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ, അതൊരു റെയർ കോമ്പിനേഷൻ ആണല്ലേ. അപ്പോൾ അതുപോലെ മുജീബ് മജീദ്, അയാളുടെ മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ എന്താണെന്നല്ല, ഈ ഓവർ എക്സ്പെക്ടേഷൻ എല്ലാം ഒരു 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 പ്രശ്നമാണത്. അതിൻ്റെ ഒരു അമിതഭാരം ഇല്ലതുകൊണ്ട് ചില സമയത്ത് എനിക്കെന്തോ സിനിമയിൽ നിന്ന് വിട്ടുപോകുന്ന പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കടക്കാൻ പറ്റാതെ പോലൊരു സംഭവം ഉണ്ടായിനി. പക്ഷെ എന്നാലും അതിൽ മലേഷ്യയിൽ തന്നെ ഷൂട്ട് ചെയ്ത ചില സീനുകളുണ്ട്. അത് ഭയങ്കര അടിപൊളിയായി ഇങ്ങനെ തിയേറ്ററിൽ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിനി. അപ്പം അതേപോലെ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലോട്ട് വരുമ്പോൾ ഒരു 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 10-20 മിനിറ്റ് എങ്ങനെ അതിൽ എടുത്തു പറയേണ്ടത് മുജീബ് മജീദിൻ്റെ ആ മ്യൂസിക്കാണ്. അതിങ്ങനെ കൊണ്ടുവന്നു നമ്മളങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ എത്തിക്കും. ചില സമയത്ത് പടം കൈമന്ന് വിട്ട് പോയിനെങ്കിലും ആ ക്ലൈമാക്സ് കൊണ്ട് അതിനെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഓവറോൾ പറയാനാണെങ്കിൽ പടം ഒരു തിയേറ്ററിൽ ഒരു ഒരു ഓക്കെ വാച്ച് എന്നുള്ള മൂഡാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ. അപ്പോൾ ഇന്ന് വേറെ ഒരാൾ കൂടെ ഈ പടത്തിന്റെ അഭിപ്രായം ഇപ്പൊ ഈ വീഡിയോ പറയും. ബ്രദറിനോട് കൂടെ ജസ്റ്റ് ചോദിക്കണം, എനിക്ക് പടം ഇഷ്ടമായിനാ? എനിക്ക് ഇഷ്ടമായി. കാരണം നമുക്ക് അധികം ലാഗ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വൃത്തി കണ്ടിരിക്കാൻ പറ്റിയ ക്ലൈമാക്സ് എല്ലാം കിടിലം പോലെ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി. ഓക്കെ ഓക്കെ. അപ്പോൾ കേട്ടുമല്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒപ്പീനിയൻ ആണ്. ഇപ്പോൾ ഓൻ പറഞ്ഞത് വേറൊരു ഒപ്പീനിയൻ ആണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റെ അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണാനോ കാണാണ്ടിരിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് അത് കാണുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.